അക്കരെ ദിക്കിന്റെ കരിവാര തുമ്പ കരിക്കൂര ഗുല കളി കാണാ. ഓ, അന്ന് ഇവിടെയാണ് താമസിപ്പിച്ചിരുന്നത്. ഇവിടെയാണ് താമസം. ഇവിടുന്ന് കഴിഞ്ഞിട്ട് നമ്മള് പുൽപ്പള്ളിയിലേക്ക് കൊണ്ടുപോയി. ഹലോ, നമസ്കാരം. സതീഷ് വയനാട് വണ്ടിമലയും. നമ്മൾ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മൈസൂരിലേക്ക് പോകുന്ന സമയത്ത് മുത്തങ്ങ വഴിയാണല്ലോ പോവുക. അപ്പോൾ ഈ മുത്തങ്ങ വഴി പോകുന്ന സമയത്ത് ഈ കാടിൻ്റെ നടുവിലൂടെയുള്ള ഈ റോഡിലൂടെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് രണ്ട് സൈഡിലേക്ക് നമ്മൾ മാറി മാറി നോക്കും. ആനയുണ്ടോ, പുലിയുണ്ടോ, കടുവയുണ്ടോ, കരടിയുണ്ടോ എന്നൊക്കെ ആയിരിക്കും നോക്കുക. എന്നാൽ ഞാനും അതുപോലെയൊക്കെ നോക്കി ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു നല്ലൊരു കാഴ്ച കണ്ടു. എന്താ നല്ല രസമുള്ള കാഴ്ച എന്നറിയോ? അത് എനിക്ക് കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുട്ടികളുടെ കളികളൊക്കെ ഭയങ്കര രസമായിട്ടാണ് ഞാൻ കാണാറുള്ളത്. അപ്പോൾ കുട്ടികളെ ആയിട്ടുള്ള ചങ്ങാത്തം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്തുണ്ട്, ഞാൻ നോക്കുന്ന സമയത്ത് ഒരു കുളത്തിനരികിൽ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കളിച്ചുല്ലസിച്ച് ചിരിച്ച് ആർമാദിക്കുന്ന കുറച്ച് കുട്ടികളെയാണ് കണ്ടത്. ആ കുട്ടികളെ കണ്ടപ്പോൾ ഞാൻ വണ്ടി തിരിച്ചു. എന്നെ കണ്ടതും വളരെയധികം സന്തോഷത്തോടെ കൈപൊക്കി കാണിച്ചു. ആ കാഴ്ചകളാണ് ഇപ്പം ഞാൻ വീണ്ടും കാണിക്കാൻ പോകുന്നത് കേട്ടോ. എന്താ അവരുടെ ഒരു ഉത്സാഹം, ഉല്ലാസം കണ്ടില്ലേ? ഇതാണ് വൈബ് എന്ന് പറയുന്നത്. ഇതാണ് വൈബ്. ആയ്, എന്താ പരിപാടി? എന്താണ്, കളിക്കുകയാണോ, കുളിക്കുകയാണോ? കളിയാണോ, കുളിയാണോ? കളിയും കുളിയും കൂടിയിട്ടാണ്. ഓ ആണോ, ഒന്ന് കളിക്കുക. എന്താണ് അവരുടെ ഒരു ഉത്സാഹം കണ്ടില്ലേ? കാടിന്റെ ഉള്ളിലാണ്, വനത്തിന്റെ നടുവിലാണ് ഇപ്പൊ. നമുക്കിത് ക്യാമറയിൽ ഇത്ര സൂം ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത്രയും ഒരു ഭംഗിയെ കിട്ടുള്ളൂ. ഇവിടുന്ന് ഫോറസ്റ്റുകാര് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വണ്ടി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനാണ്. എടാ, മീനെ പിടിക്കണോ? അപ്പൊ എന്താ സ്ഥിതി? ഇവിടെ ആന ഇറങ്ങൂലേ? ആന ഇറങ്ങും. ഇപ്പൊ ഇറങ്ങോ? ആണോ? വീട് ഇവിടെ അടുത്താണോ? കൊറേ മാലയുണ്ടല്ലോ, നിനക്ക് നല്ല രസമുണ്ടല്ലോ കാണാന്. രണ്ട് കമ്മല് കടുക്കനൊക്കെ ഇട്ടുണ്ടല്ലോ കയ്യില്. എടാ, മറിഞ്ഞേക്കല്ലടാ, നിങ്ങൾ നോക്കട്ടെ. എന്താ പേര്? മോന്റെ പേരെന്താ? രാജിത്. ഓക്കെ. അപ്പൊ സുഖാണോ? നിങ്ങളൊക്കെ എവിടെ സ്കൂളിലാ പഠിക്കുന്നേ? തിരുവനന്തപുരം. അവിടെയാണോ പഠിക്കുന്നേ? ഹോസ്റ്റലിൽ നിൽക്കുന്ന? നീ കല്ലൂരാ? ആണല്ലേ? ഇതില് കാട്ടിക്കുളം ആണോ ഹോസ്റ്റല്? ഓക്കെ. അപ്പൊ താങ്ക് യു. അപ്പൊ എന്നാലേ നല്ല രസമുള്ള സ്ഥലമാണല്ലോ ഇവിടെ. ഇവിടെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ രസമൊന്നും ഉണ്ടാവില്ല അല്ലേ? ഫോറസ്റ്റുകാർ പിടിച്ചു കഴിഞ്ഞാല് അല്ലേ? ഫൈനല്ലേ? ഇവിടെ നിർത്താൻ പാടില്ലല്ലേ വണ്ടി? അപ്പൊ ഇവരുടെ ഒരു പാട്ട് കേട്ടാൽ അടിപൊളിയായിരിക്കും തോന്നുന്നുണ്ട്. ഞാനിപ്പോ ഇന്ന് ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായി പോയി. അപ്പൊ ഇനി പാട്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ നിങ്ങൾക്കും അത് കണ്ട് ആസ്വദിക്കണ്ടേ, കേട്ട് ആസ്വദിക്കണ്ടേ? അഭിപ്രായമൊക്കെ കമന്റ്സിൽ കൂടെ കൊടുക്കണം കേട്ടോ. നമ്മുടെ പിള്ളേരാണ്, അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം. ഓക്കെ, നമുക്ക് തുടങ്ങാല്ലേ? അപ്പൊ നമുക്ക് ഇവരൊരു പാട്ട് കേൾക്കല്ലേ? മക്കളൊരു പാട്ട് പാടുവോ? പാടും. അന്ന് പാടിക്കോ. കിരയാണ്ട ചൂച്ചി കിരയാണ്ട കുരകുരവാലു ചുട്ടു തരാ. അക്കരെ നിക്കിന്റെ കരിവാര തുമ്പ കരികൂര ഗുല കളി കാണാ. കിരയാണ്ട ചൂച്ചി കിരയാണ്ട കുരകുരവാലു ചുട്ടു തരാ. അക്കരെ കുഞ്ചുമ്പ ആളുവികള ഇക്കരെ കുഞ്ചുമ്പ പൊണ്ണുവികള. അക്കരാണ്ട ചൂച്ചി കിരയാണ്ട കുരകുരവാലു ചുട്ടു തരാ. അക്കരെ കുഞ്ചുമ്പ ആളുവികള ഇക്കരെ കുഞ്ചുമ്പ പൊണ്ണുവികള. കിരയാണ്ട ചൂച്ചി കിരയാണ്ട കുരകുരവാലു ചുട്ടു തരാ. വാദവഞ്ചോ വാദവഞ്ചോ എങ്കാളെ വാദവഞ്ചോ വാദവഞ്ചോ എങ്കാളെ പുതിപ്പാ വാദവഞ്ചോ. കിരയാണ്ട ചൂച്ചി കിരയാണ്ട കുരകുരവാലു ചുട്ടു തരാ. കിരയാണ്ട ചൂച്ചി കിരയാണ്ട കുരകുരവാലു ചുട്ടു തരാ. പോടി വഞ്ചോ പോടി വഞ്ചോ എങ്കാക്കൂയം പാടും പോടി വഞ്ചോ. പോടി വഞ്ചോ പോടി വഞ്ചോ എങ്കാക്കൂയം പാടും പോടി വഞ്ചോ. കിരയാണ്ട ചൂച്ചി കിരയാണ്ട കുരകുരവാലു ചുട്ടു തരാ. കിരയാണ്ട ചൂച്ചി കിരയാണ്ട കുരകുരവാലു ചുട്ടു തരാ.
ഓക്കെ, വെൽ ഡൺ. അടിപൊളി, സൂപ്പർ. എന്താ നല്ല എനർജി, നല്ല പാട്ട്. ഇനിയിപ്പോ നമുക്ക് വീട്ടിലോട്ട് പോവാം അല്ലേ? മുതലാളി പാടിക്കോ. മഞ്ചാപൊടിച്ചേ മഞ്ചവലരും പൊടിച്ചേ മഞ്ചവലരും പൊടിച്ചേ മന്ദിരമേ വായേ ആടലവാതയോ ആടലവാതയോ താനേ ആടലവാതയോ ആടതനേ താനേ മഞ്ചാപൊടിച്ചേ മഞ്ചവലരും പൊടിച്ചേ മഞ്ചവലരും പൊടിച്ചേ മന്ദിരമേ വായേ ആടലവാതയോ ആടലവാതയോ താനേ ആടലവാതയോ ആടത്തങ്ങേ തായേ ആ പൂവും കായും പോലെ പൂവിലും കായിലും വന്നേയോ പൂവിലും കായിലും വന്നോ മന്ദിരമേ വായേ ആടലവാതയോ ആടലവാതയോ താനേ ആടലവാതയോ ആടത്തന്നെ താനേ ആ പൂവും കായും പോലെ പൂവിലും കായിലും വന്നേയോ പൂവിലും കായിലും വന്നു മന്ദിരമേ മായേ ആടലവാതയോ 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 ആടത്തന്നെ താനേ. നമുക്കിനി അടുത്ത വരവില് കാണാം കേട്ടോ. ഈ വീഡിയോ കാണാൻ മറക്കരുത്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. എന്നാ പോവാ. അപ്പൊ ഇവന്മാരെ, അപ്പൊ നമ്മുടെ മക്കള് ഇവരെ ഒന്ന് കൊണ്ടുവിട്ടിട്ട് വരാം. എന്തായാലും എനിക്ക് വേണ്ടിട്ട് ഇത്രയും നേരം ഒരു പാട്ടൊക്കെ പാടി തന്നല്ലേ, അപ്പൊ ഇവരെ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടാക്കി കൊടുക്കാന്ന് വിചാരിക്കുന്നു. പാടിക്കോളേ. പൂവാനായിക്കുട്ടി വളർത്തുവനായിക്കുട്ടി ചെമ്മക്ക് ചണ്ടയ്ക്ക് പോരെ വീട്ടു പത്തുവനായിക്കുട്ടി ലാലാലേ ലാലേ ലാലാലേ ലാലേ കണ്ണമ്മ കറിയന്തേ കാട്ടത് കണ്ടവിടു പാതയിലെ ചോറ് തളച്ചതായി ലാലാലേ ലാലേ ലാലാലേ പൂവാനായിക്കുട്ടി വളർത്തുവനായിക്കുട്ടി വെള്ളിക്കലമ്മക്ക് ചന്തയ്ക്ക് പോരെ വീട്ടു പത്തുവനായിക്കുട്ടി ലാലാലേ ലാലേ കണ്ണമ്മ കറിയന്തേ കാക്കറച്ചിയും കണ്ണമീനും ചെമ്പാലല്ലിന്റെ ചോറ് തളയ്ക്കുന്നത് ഗായ്ക്കുട്ടി ലാലാലേ ലാലാലേ പാടിക്കോ 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 ഒരു പാട്ട്. കുഞ്ചോറെ 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 കുഞ്ചോദയതാര കാട്ടുപോവോ ചെലുള്ളോരെ കണ്ണയുതേ വാത്താമതി കുഞ്ചു നിറച്ച കോടമുളെ വഞ്ചമ കൊണ്ടേ വഞ്ചിക്കര് എല്ലാരും വഞ്ചരു നീന്തുവാട്ടോട്ട പതിയും വന്ന് ആടുവാ കുഞ്ചോറെ 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 കുഞ്ചോറയാതാര കാട്ടുപോവോ ചെലുള്ളോരെ കണ്ണയുതേ വാത്താമതി കുഞ്ചു നിറച്ച കോടമുളെ വഞ്ചമ പൊണ്ണ വഞ്ചിക്കര് എല്ലാരും വഞ്ചരോതിയുവാട്ടോടെ പതിയും വന്ന് ആടുവാ കുഞ്ചോറെ 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 കുഞ്ചോറയാതാര കുഞ്ചോറെ 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 കുഞ്ചോറയാതാര കാട്ടുപൂവോ ചേലുള്ളോളെ അപ്പൊ താറ്റിച്ചോട്ടാ. അപ്പൊ ഓക്കെ, എന്നെ നിങ്ങളെ വീട്ടിലേക്ക് പോയിക്കൊള്ളേ. ഓക്കെ, എന്നാല് കുളിക്കണല്ലേ? ഓ, അത് ശരി, കുളിക്കണം. നേരത്തെ കളിക്കുകയായിരുന്നു, ഇനി കുളിക്കണം. ഓക്കേടാ, താങ്ക് യു കേട്ടോ. ഓക്കെ, നമുക്ക് കാണാം കേട്ടോ. പേരെന്താ? എന്റെ പേര് സതീഷ് കേട്ടോ. ഞാൻ വരും കാണാം കേട്ടോ. താങ്ക് യു. നല്ല പിള്ളേർ. ഇതെന്താ ഇവിടെയൊക്കെ വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ സാറേ, ഇത് ആന കുടിക്കാൻ വേണ്ടി വെള്ളമാണ്. ചേട്ടൻ എങ്ങോട്ടാ പോന്നേ? ഞാൻ കല്ലൂര്. കല്ലൂരാ? ആ, ഓക്കെ ഓക്കെ. എന്താ ഇവിടെ ഇങ്ങനെ വെള്ളം എന്ന് പറഞ്ഞേ? വെള്ളം ആന ചവിട്ടി പിടിച്ചിട്ട് കുടിക്കാൻ വേണ്ടിട്ട്. ആണോ? അത് ശരി. അതാണ് വെള്ളം ഒഴുകാൻ കാരണം. അല്ലെങ്കിൽ കുടിക്കാൻ വേണ്ടിട്ട് രാത്രിയൊക്കെ വരുമല്ലോ, അപ്പൊ ചവിട്ടി പോകും. കുടിച്ചിട്ടാണ് ആന പോവാ.
ഓ അത് ശരി, ഭയങ്കരമായിട്ട് വെള്ളം ഒഴുകുന്നുണ്ടല്ലോ. പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിക്കണ്ടല്ലോ. എങ്ങനെ ആന ചവിട്ടുവോ? ചവിട്ടും. ആന ചവിട്ടിട്ട് പൊട്ടിക്കും. ചവിട്ടി പൊട്ടിക്കും, കുടിക്കും. 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 ഓ അത് ശരി. അപ്പൊ അതാ മാനാണോ നിക്കുന്നേ? അത് മാന്. ഓ അത് ശരി. വയറ്റൊക്കെ കുടിക്കാൻ എളുപ്പമായില്ലേ? ഇപ്പൊ മാനിനൊക്കെ വെള്ളം കുടിക്കാന് ഇവിടെ വരൂല്ലേ? ഇവിടെ അടുത്ത് തോട് കുറവല്ലേ? കുറവാ. ഒരു മാനിങ്ങനെ പോകുന്നുണ്ട്. ഓ ശരി. അപ്പോ വെള്ളം കുടിച്ചിട്ട് പോകുന്ന പോക്കാണ്. ആണല്ലേ? ഇത് ഒരുപാട് വെള്ളം ഉണ്ടല്ലോ, നല്ലോണം വെള്ളം വരുന്നുണ്ടല്ലോ. പൈപ്പ് വരെയാണ്. ആണല്ലേ? ശുദ്ധീകരിച്ച് വിടാൻ വെള്ളമാണ്. അതിലൂടെ ഒരു മാനൊക്കെ പോകുന്നുണ്ട്. ഒന്നല്ല, കുറെ എണ്ണുണ്ട് അല്ലേ? ഒരു കൂട്ടുണ്ടല്ലോ, ഒരു കൂട്ടം മാനകളുണ്ടല്ലോ. വെള്ളം കുടിച്ചിട്ട് പോവാണ് അല്ലേ? ഇവിടെ തോടില്ലല്ലേ ഈ സൈഡില്? ആണല്ലേ? ആണല്ലേ? നിങ്ങളെ വീടിന്റെ അവിടെയൊക്കെ വെള്ളം കിട്ടുന്നുണ്ടോ? അവിടെയൊക്കെ ചെറിയതുപോലെ വയലുള്ള തോടാണ്, അതിൽ നിൽക്കൂല. ആണോ? ഞങ്ങൾക്ക് പൈപ്പിന്റെ വെള്ളമാണ്. പൈപ്പ് വെള്ളമാണ്. ഓക്കെ. എന്താ പേര് വരുന്നേ? കുട്ടൻ. കുട്ടൻ. അപ്പൊ ഈ ഇതിലേക്ക് ഇങ്ങനെ നടക്കുമ്പോ ആനേന്റെ പ്രശ്നം ഉണ്ടാവൂലേ? പകൽ കുറവാണ്, രാത്രിക്കാണ് പേടി. ആണോ? രാത്രി ഒരു പ്രശ്നമാണല്ലേ? ഭയങ്കര പ്രശ്നമാണ്, വണ്ടിക്കാർക്കും ബുദ്ധിമുട്ടാണ്. ആണോ? കടുവ പുലിയൊക്കെയോ? അങ്ങനത്തെ ഒന്നും കണ്ടില്ല. കടുവ പുലിയൊക്കെ ഉണ്ടാവും ഉൾക്കാട്ടില്. ആണോ? കുറച്ച് ഉൾക്കാടും വേഗം കാണും. ഇവിടെ ശരിക്കും അങ്ങനെ വണ്ടി നിർത്താൻ പാടില്ലല്ലേ? പാടില്ല. എന്തായാലും ചേട്ടനെ കണ്ടപ്പോ എനിക്ക് ഇത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ. വളരെ സന്തോഷം കേട്ടോ. അപ്പൊ നമുക്ക് ഇനിയും വരുമ്പോ കാണാം കേട്ടോ. ഞാൻ അവിടെ ഇറക്കാം. കല്ലൂർ എവിടെയാ? ഓക്കെ കേട്ടോ. ശരി, അപ്പൊ നമുക്ക് പോയാലോ? എനിക്കും ഇവിടെ ശരിക്കും പറഞ്ഞാൽ വണ്ടി നിർത്താൻ പേടിയാ. കാരണം എന്താ വെച്ചാല് ആന മാത്രമല്ല, ഫോറസ്റ്റുകാർ കണ്ടു കഴിഞ്ഞാൽ ഫൈൻ ഇടും. അതൊരു പ്രശ്നമാണ്. അപ്പൊ എന്തായാലും ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലേ? പിന്നെ ഫെൻസിംഗ് ലൈൻ ഉണ്ട്, നിങ്ങളെ കൃഷിയിടത്തൊക്കെ ഫെൻസിംഗ് ലൈൻ ഉണ്ട് അല്ലേ? ആണല്ലേ? അവിടെ കുറച്ച് ബുദ്ധിമുട്ട് കുറവുണ്ടാവും അല്ലേ? പക്ഷെ ഫെൻസിംഗ് ലൈനിന്റെ ഉള്ളിൽ കൂടെ ഈ ആന കയറില്ലെന്നുണ്ടോ? പക്ഷെ മാന് വരും അല്ലേ? മാന് വന്നിട്ട് കൃഷിയൊക്കെ നശിപ്പിക്കും അല്ലേ? ആണല്ലേ? എങ്ങനെ കമ്പി ഉണ്ടെങ്കിലും അതിന്റെ ഉള്ളിൽ കൂടെ കയറി വരും അല്ലേ? ഞാൻ ചോദിക്കട്ടെ, പഴയ കാലത്തെ അനുസരിച്ച് അപേക്ഷിച്ചിട്ട് ഇപ്പൊ എങ്ങനെയാണ്? ബുദ്ധിമുട്ടുണ്ടോ അതോ ബുദ്ധിമുട്ട് കുറവാണോ? ബുദ്ധിമുട്ട് കുറവാണ്. പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പൊ കുറവാണ്, ഫെൻസിംഗ് ലൈനൊക്കെ ഉള്ളതുകൊണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ ഫെൻസിംഗ് ലൈൻ ഉള്ളത് കൊണ്ട്, അല്ല ഇവിടെ അങ്ങനെയാണ്, ഫെൻസിംഗ് ലൈൻ ഉള്ളത് കൊണ്ട്. അല്ലാതെ ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് നാടൻ പ്രദേശത്ത് തന്നെ എങ്ങനെയാ അറിയോ, ആനയും കടുവയൊക്കെ ഇറങ്ങുന്നുണ്ട്. കാരണം അവിടെ ഫെൻസിംഗ് ലൈൻ ഇല്ലല്ലോ. ഇവിടെ കാടിന്റെ ഉള്ളിൽ താമസിക്കുന്നവർക്ക് ഭയങ്കര പ്രശ്നം തന്നെയാണല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഈ കോളനിയിലൊക്കെ മുറ്റത്ത് ആന വരുന്നുണ്ടാവും അല്ലേ? എനിക്ക് നിങ്ങളുടെ ഒരു കോളനിയിൽ വന്ന് കുറച്ച് അനുഭവങ്ങളൊക്കെ ചോദിച്ചറിയണമെന്നുണ്ട്. ഞാനൊരു ദിവസം വരുന്നുണ്ട് കേട്ടോ. പഴയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ ചോദിക്കായിരുന്നു. ആണല്ലേ? പഴയ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ അവിടെ? അമ്മമാരേ ഉള്ളൂ, അച്ഛന്മാരൊന്നുമില്ല. അച്ഛന്മാരൊക്കെ മരിച്ചുപോയി. അവരുടെ നിന്ന് കുറച്ച് അനുഭവങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞൂടെ? ചോദിച്ചറിയാലേ? അപ്പൊ ഞാനൊരു ദിവസം വരാം കേട്ടോ. ആയിക്കോട്ടെ. ഞാനിതിലിങ്ങനെ വരുമ്പോൾ എനിക്ക് കണ്ട ഒരു സംശയം, ഇത് ഇവിടെ എന്താ ഈ പോലീസ് എയ്ഡ് പോസ്റ്റ് എന്നുള്ളത്? അതെന്താണ്? ഇത് കൊറോണന്റെ ഓഫീസാണ്. പണ്ട് കൊറോണ ഉണ്ടായിരുന്നല്ലോ. ഈ പോലീസ് എയ്ഡ് പോസ്റ്റ് കൊറോണന്റെ ആണോ? കൊറോണന്റെയാണ്. കൊറോണ കാലത്തിന്റെ? ഈ കൊറോണ കാലത്ത് ഉള്ള സംഭവമാണല്ലേ? ഓ അത് ശരി, ഇത് അതിന്റെ ഒരു എയ്ഡ് പോസ്റ്റ് ആണല്ലേ? അത് ശരി. അത് വലിയൊരു ഓർമ്മയാണല്ലേ? എന്താണ് ആ കാലത്തെ പറ്റിട്ട് എന്താ പറയാ? കാലത്തൊന്നും പറഞ്ഞാ കൊറോണ പറ്റിക്കാൻ എവിടെയും പുറത്ത് കിടക്കാൻ പറ്റില്ല, ആൾക്കാര് പുറത്ത് വിടില്ല, വീട്ടിലേക്ക് വിടൂല കൊറോണ പിടിച്ചു കഴിഞ്ഞാല്. ഓ അന്ന് ഇവിടെയാണ് താമസിപ്പിച്ചിരുന്നത്? ഇവിടെയാണ് താമസം. ഇവിടുന്ന് കഴിഞ്ഞിട്ട് നമ്മള് പുൽപ്പള്ളിയിലേക്ക് കൊണ്ടുപോകും. ഇവിടെ തികഞ്ഞില്ലേ? അപ്പൊ അത് അന്നത്തെ ഓർമ്മ എന്താണ് ശരിക്കും ചേട്ടന്? പേടി തോന്നുന്നുണ്ടോ? പേടിയൊന്നുമില്ല, പുറത്തു പോകാൻ പറ്റില്ല. അന്നൊരു വേറെ ലെവലായിരുന്നു അല്ലേ? പുറത്തിറങ്ങാനേ പറ്റില്ല അന്നത്തെ. അത് ശരിക്കും അന്ന് ബുദ്ധിമുട്ടിയിരുന്നോ ചേട്ടനൊക്കെ ഒരുപാട്? പണി കഴിഞ്ഞ് വരില്ലേ, അപ്പൊ ഈ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബുദ്ധിമുട്ടൊക്കെ തോന്നി. പിന്നെ എല്ലാരും സഹായിക്കുകയൊക്കെ ചെയ്തിരുന്നോ? ചെയ്തിരുന്നു. പിന്നെ മറ്റു കഴിഞ്ഞാൽ ആരും കാണിക്കാനും സമ്മതിക്കില്ല. അങ്ങനെയൊക്കെ അത് എല്ലാവർക്കും ഉണ്ട് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു.
അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു സംഭവം. ഭക്ഷണത്തിനും ബാക്കിയുള്ള കാര്യത്തിനൊന്നും ബുദ്ധിമുട്ടൊന്നും ഒരു പേടിയും പേടിക്കും. ഒരു പേടി. എല്ലാരും നിങ്ങളെ സഹായിച്ചിരുന്നോ? ഓ എല്ലാരും. ഞാൻ ചോദിച്ചത് എന്താ വെച്ചാൽ പൊതുവെ എല്ലാത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു സഹകരണമൊക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ അതുപോലെയൊക്കെ നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? പുറത്തിറങ്ങാൻ മാത്രം സമ്മതിക്കില്ല. അത് വല്ലാത്തൊരു ജീവിതത്തിൽ വല്ലാത്തൊരു ഓർമ്മയായിരുന്നു അല്ലേ? ഭയങ്കര ഓർമ്മയായിട്ട് തോന്നുന്നത്. ഓർമ്മയാണ്. കോവിഡ് കാലം എന്ന് പറയുന്നത് അല്ലേ? മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് നടന്നിരുന്നേ. അതെ അല്ലേ? ഫുള്ള് മാസ്ക് ഇട്ടിട്ട്. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു അല്ലേ? വല്ലാത്തൊരു ഭയങ്കര സംഭവമാണ്. വല്ലാത്തൊരു സംഭവമായിരുന്നു. വല്ലാത്ത സംഭവം. ഒന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ലല്ലോ, നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ടൊരു സംഭവം ഭയങ്കര ബേജാറൊക്കെ ആയി. വമ്പം ബുദ്ധിമുട്ടാണ്. ഭക്ഷണമൊക്കെ തരും, എന്നാലും നമ്മളെ മനസ്സിൽ നിന്ന് ബുദ്ധിമുട്ട് വിട്ടുപോകണ്ടേ. ആൾക്കാരൊന്ന് വിട്ടുപോയപ്പോഴാണ് ഞങ്ങൾക്ക് നാട്ടിൽ പോയപ്പോഴാണ് സമാധാനമായത്. ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടോ ചേട്ടൻ? വന്ന് താമസിച്ചിട്ടുണ്ട്. ഓ, അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു അല്ലേ? ഇത് ഫുള്ള് ആൾക്കാരാണ്, ഈ ഗേങ് മൊത്തം ആൾക്കാരാണ്. പോലീസുമാരും വരുന്ന വണ്ടി തടുക്കുകയും ചെയ്യും, ആൾക്കാരെ അവർക്കും ഇതിന്റെ ഉള്ളിലിടും. അങ്ങനെയായിരുന്നു അല്ലേ? അങ്ങനെയായിരുന്നു. എല്ലാ നാട്ടിലും അങ്ങനെ തന്നെയായിരുന്നു. വല്ലാത്തൊരു ഓർമ്മ ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ? അതെ. അപ്പൊ ചേട്ടാ, കുട്ടേട്ടാ, അപ്പൊ ഓക്കെ, കാണാട്ടോ. വണ്ടിയും മലയും കാണണം കേട്ടോ. ഞാൻ ഇനി വരുമ്പോ ചേട്ടനെ അന്വേഷിച്ച് കാണാം കേട്ടോ, സംസാരിക്കാം. പൈസ വേണ്ട? അയ്യോ, പൈസ വേണ്ട കേട്ടോ. ഓക്കെ, ചായ വേണേ നമുക്ക് ഒരുമിച്ച് കുടിക്കാം. വേണ്ട അല്ലേ? എന്നാ ഓക്കെ, നമുക്ക് കാണാം. ഓക്കെ, ബൈ. അപ്പം അങ്ങനെ അത് നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ കുട്ടേട്ടനായിട്ടുള്ള ഒരു അനുഭവം പങ്കുവെച്ചത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പം നമുക്കിനി വിട്ടാലേ ഇവിടുന്ന്